എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മളുടെ സാധാരണ ലൈഫായിട്ട് മുന്നോട്ട് പോവാണ്. ഇതൊക്കെ ആലോചിച്ചിരുന്നിട്ട് എന്താണ് കാര്യം എന്നൊക്കെ. പക്ഷേ ഞാൻ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും ഞാൻ വീഡിയോസുകളൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ണനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിക്വസ്റ്റ് കമൻസൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കമൻസൊക്കെ കണക്കിലെടുത്തിട്ട് ഞാൻ സാധാരണ നോർമലായിട്ടുള്ള വീഡിയോസുകളൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഒന്നിനും ഒരു മൂഡ് വരുന്നില്ലാത്തതുപോലെ. അത് നിങ്ങൾക്കായാലും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചും കൊണ്ട് നടക്കുമ്പോൾ മറ്റൊരു കാര്യങ്ങളിലേക്ക് നമ്മളുടെ മൈൻഡ് നമുക്ക് തിരിച്ചു വിടാനായിട്ട് ചിലപ്പോൾ പറ്റില്ല അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഞാനിപ്പോൾ പോകുന്നത്. പിന്നെ നമ്മളുടെ വീഡിയോസിൻ്റെ ഇടയിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ 24 ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വ്ളോഗ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ വീഡിയോസുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ നോക്കുമ്പോൾ നമ്മളെ സ്ഥിരം ഫോളോവേഴ്സിനൊക്കെ ഏകദേശം നമ്മളുടെ കാര്യങ്ങൾ നമ്മളെന്താണെന്നുള്ളത് അറിയാം. ഇതൊന്നും അറിയാതെ മറ്റുള്ളവർ ഇടുമ്പോഴേ വേറെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒന്നും അല്ലാതെ പുറത്തുനിന്നുള്ളവർ കാണുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചിന്തിച്ച് പോകുന്ന കാര്യങ്ങൾ അവർ വന്ന് കമൻസ് ഇടുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതൊന്നും ശരിക്കും എനിക്ക് ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുന്നവരോട് നമുക്ക് അധികമൊന്നും പറയേണ്ട. നമ്മൾ പറയാതെ തന്നെ അവർ നമ്മളെ മനസ്സിലാക്കും. അതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സിലാക്കാത്തവരോടും നമുക്ക് അധികമൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ എന്തോരം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ട. നമ്മൾ അറിയുന്നവർ നമ്മളൊന്നും വേണ്ടിയില്ലെങ്കിൽ പോലും നമ്മളെന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്തവരെടുത്ത് നമ്മൾ എത്രയൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കാര്യമില്ല. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് നേരെ ഇപ്പോൾ എന്തൊരു വലിയ കാര്യങ്ങളാണെങ്കിലും അതിൽ നെഗറ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം മുന്നോട്ട് പോകുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആളുകൾ ഇവിടെയും വന്ന് നെഗറ്റീവ്സ് പറയുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും അധികം ആളുകൾ പറയുന്ന കാര്യം എന്തിനാണ് ഇത്രയും വിലപിടിപ്പുള്ള സമയത്ത് ഈ ഇതൊക്കെ ഇട്ട് കൊടുത്തു എന്നൊക്കെ ഉള്ളതാണ്. അതിന് ഞാൻ 1000 തവണ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അത് ഓക്കെ അല്ലാതെ ആക്കും എന്നല്ലാതെ അതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്രയൊക്കെ ന്യായീകരിച്ച് കഴിഞ്ഞാൽ ആളുകൾ പിന്നെയും വന്ന് അത് പറഞ്ഞും കൊണ്ടേ ഇരിക്കും. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ 12 വർഷമായിട്ട് അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു സാധനം നമ്മൾ എത്രയൊക്കെ തിരക്കിലേക്ക് പോയിട്ട് ഇപ്പോൾ ആണുങ്ങളില്ലാതെ ഒരു ആണിൻ്റെ തുണയില്ലാണ്ട് പോലും ഞങ്ങൾ ലേഡീസ് മാത്രം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തൊക്കെ പോയിട്ടാണെങ്കിലും ഞാനതൊക്കെ ആലോചിക്കുകയാണേ. ട്രെയിനിൽ ഇപ്പോൾ 1-2 പേര് ഞങ്ങളായിട്ട് മോർണിംഗ് കൊണ്ടൊക്കെ പോയിട്ട് ട്രിവാൻഡ്രം നൈറ്റിലൊക്കെ ചാല മാർക്കറ്റ് അവിടെ ഇവിടെയൊക്കെ മോർണിംഗ് കൊണ്ട് നടന്നിട്ട് പോലും ഈ സാധനം നമ്മളുടെ മോഷണം പോലെ ഒരാണ് കൂടിയില്ലാതെ നമ്മൾ ലേഡീസ് മാത്രം കൊണ്ടുപോയിട്ട്. ഇപ്പം ഞാനും ചേട്ടനും ഒക്കെ ആണെങ്കിൽ പോലും ഏതൊക്കെ തിക്കിലേക്കും തിരക്കിലേക്കും ബഹളത്തിലേക്കും ഒക്കെ അവനെ കൊണ്ടുപോകണം. അവിടെ നിന്നൊക്കെ മിസ്സാവുമായിരുന്നെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഇത്രയും വിഷമം തോന്നാൻ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ അത് തിരിച്ച് കിട്ടണം എന്നൊരു വാശിയൊക്കെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇത് പ്ലാൻ ചെയ്തിട്ട് നടന്നിട്ടുള്ളൊരു കാര്യമാണ്. വളരെയധികം പ്ലാനിങ്ങോട് കൂടെ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിത് വ്യക്തമാണ്. നമ്മൾ താക്കോല് ചോദിക്കുന്നു, തരാതിരിക്കുന്നു. അതിന് മുൻപ് മോൻ്റെ കഴുത്തിൽ കണ്ട മാല ഈ സീറ്റിക്ക് കൊണ്ടുവന്ന സമയത്ത് കാണുന്നില്ല. ഇപ്പോൾ താക്കോല് തരാതിരുന്ന സ്റ്റാഫ് കുറ്റക്കാരിയാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് കേട്ട് നിന്നിട്ടുള്ള അവിടെ ആരെങ്കിലും കേട്ട് നിന്നിട്ടുള്ള ആളുകൾ അത് മനസ്സിൽ വെച്ച് അതിനനുസരിച്ചിട്ട് പ്ലാനിങ്ങോട് കൂടിയാണ് അത്രയും പ്ലാനിങ്ങോട് കൂടെ നടന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു പുരപ്പറമ്പിൽ പോയിട്ടൊക്കെ ഇത് മിസ്സാവുകയാണെങ്കിൽ ഞാൻ കേസ് പോലും കൊടുക്കില്ല. നമ്മൾ ആരെന്ന് വെച്ചിട്ട് കേസ് കൊടുക്കണേ? ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു ഉത്സവപ്പറമ്പിൽ നമ്മൾ ഈ സാധനം ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞ് സാധനം കാണാതായി കഴിഞ്ഞാൽ ഞാൻ കേസ് പോലും ഫയൽ ചെയ്യില്ലായിരുന്നു. കാരണം നമുക്കത് ഇത്ര പേരുത്ത ആളുകൾ നമ്മളുടെ മാത്രം മിസ്റ്റേക്കാണത്. നമ്മൾ ഇത്രയും വിലപിടിപ്പുള്ളൊരു സാധനം കുഞ്ഞിട്ടുണ്ട് നഷ്ടമായി നമ്മൾ ആ നഷ്ടം സഹിച്ചേ പറ്റൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണെങ്കിൽ നമ്മളത് ഊരാറൊന്നുമില്ല, എപ്പോഴും ഊരാറില്ല. ഒന്നാമത് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ അത് വിട്ടിട്ട് ഞാൻ പറഞ്ഞു 3 ലോക്കറ്റ് ഉണ്ടായിരുന്നു. ഒരു കൃഷ്ണൻ ഉണ്ടായിരുന്നു, ഒരു ഗണപതി ഉണ്ടായിരുന്നു, ഒരു ഏലസ് അവൻ്റെ പേരിൽ നിറച്ച് നമ്മളത് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഈ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവൻ്റെ കഴുത്തിൽ കിടന്നോട്ടെ. അപ്പോൾ ശരിയാണ്, നിങ്ങളിപ്പോൾ ഒരു ചരടുമ്പ് കെട്ടിയിട്ടാൽ പോരെ രക്ഷയ്ക്കുള്ള ഏലസും ഗണപതിയും കൃഷ്ണനും ഒക്കെ ആണെങ്കിൽ ഒരു ചരടിൽ കെട്ടിയിട്ടാൽ പോരെ എന്ന് വിചാരിക്കും. അത് ശരിയാണ്, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഇത്രയും വർഷം ഇട്ടിട്ട് നമുക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടില്ല. നമ്മൾക്ക് ഓരോ പ്രശ്നങ്ങളും ഓരോ അനുഭവങ്ങളും വരുമ്പോഴാണല്ലോ നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അപ്പം അതൊന്നും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാനിപ്പോൾ പോലീസിൻ്റെ അടുത്താണെങ്കിലും ഞാൻ പറഞ്ഞു, നമ്മൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാതിൽ പൂട്ടണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും വാശി പിടിച്ചിട്ടാണെങ്കിലും വാതിൽ പൂട്ടണമായിരുന്നു.
അത് നമ്മൾക്ക് പറ്റിയ മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷെ അപ്പോഴത്തെ നമ്മുടെ മാനസികാവസ്ഥയും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഡെൻ്റലിൻ്റെ ഡോക്ടർ വന്നിട്ട് അത്യാവശ്യം ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയാവാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിലാണ് നമ്മളുടെ അടുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയോപ്സിക്ക് അയക്കേണ്ടി വരും. അപ്പോൾ എന്ത് രീതിയിലാണ് ആര് ചിന്തിച്ചെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ അത്രയും അധികം ടെൻഷൻ. ഇപ്പോൾ ഒരു തടിപ്പാണ്, അതൊന്ന് റിമൂവ് ചെയ്യാനാണെങ്കിൽ പോലും സാധാരണ ഇപ്പം നമ്മൾക്കൊക്കെ ആണെങ്കിൽ ഒരു സർജറി അത് ഓക്കെ കുഴപ്പമില്ല. പക്ഷേ കണ്ണനെയൊക്കെ സംബന്ധിച്ച് ഒരു സർജറി എന്ന് പറയുമ്പോൾ അത്രയും അധികം പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ അത്രയും അധികം ടെൻഷനിലൂടെ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷനൊക്കെയാണ്. അപ്പോൾ ഇനി എന്ത്, അല്ലെങ്കിൽ തന്നെ ഇപ്രാവശ്യം നമ്മൾ അഡ്മിറ്റായ സമയത്ത് മൊത്തത്തിൽ ഞാനിപ്പോൾ എനിക്ക് അടുപ്പുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ വലിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലത്തെ വലിവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ വലിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഓക്സിജൻ സപ്പോർട്ടൊക്കെ കൊടുത്തത്. അതൊന്നും മാറി വരുന്നതിന് മുൻപാണ് ഈ വായയുടെ ഉള്ളിൽ തടിപ്പ് കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ പിന്നെ ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം 23-ാം തീയതി രാവിലെയാണ് ഇത് കാണുന്നത്, ഈ തടിപ്പ് കാണുന്നത്. അന്ന് നൈറ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോൾ നമ്മളുടെ ആ ഒരു ടെൻഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ ഓക്കെ അല്ല എന്ന് മനസ്സിലായിട്ട് അത് മുതലെടുത്തതാണ്. അപ്പോൾ നമുക്ക് അവരോട് വരുന്നത് ഒരു ദേഷ്യമോ വാശിയോ, സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ധാരണകളും ഊഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മോന്തയ്ക്ക് നോക്കി ഒന്ന് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമോ എനിക്കറിയില്ല, അത്രയും ഒരു ഇത് തോന്നുന്നുണ്ട്. നമ്മുടെ അടുത്ത് അത്രയും അങ്ങനെ നിന്നിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻ ഉണ്ട്, നമ്മളുടെ അഡ്രസ്സിലേക്ക് സാധനം അയച്ച് തന്നു കഴിഞ്ഞത് ഇവിടെ തീർന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ. മാക്സിമം ഏതറ്റം വരെ എനിക്ക് പോകാൻ പറ്റുന്നു ഞാനത് ആ അറ്റം വരെ ഞാൻ പോകും. എൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് അത്രയും ഉറപ്പാണ്. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു താക്കോല് തരാനായിട്ട്. താക്കോല് തരാതെയാണ് നമ്മൾ ആ സാധനം അവിടെ വെച്ച് പോയത്. ഞങ്ങൾക്കത് എടുത്തിട്ട് പോകാമായിരുന്നു. അപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് സ്കാനിങ്ങിന് പോകണം, മോനാണെങ്കിൽ ഉറക്കിയിട്ട് വേണം നമുക്ക് സ്കാനിങ് ചെയ്യാൻ. ഈ ഫോണോ സാധനങ്ങളോ എന്തെങ്കിലും എടുക്കുമ്പോൾ താഴെ വീണ് പോകണ്ട, റൂമിലാകുമ്പോൾ അത് അവിടെ സേഫായിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് നമ്മളത് അവിടെ വെച്ചും പോയിട്ടുള്ളത്. ഒരു ചോദ്യമാണ് ഇവർ എന്തുകൊണ്ട് നമുക്ക് താക്കോല് തരുന്നില്ല എന്നുള്ളത്. അത് നമ്മൾ ആദ്യമൊക്കെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഇവർ നമുക്ക് താക്കോല് തരാറുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, കാല് മടങ്ങിയിരിക്കുകയായിരുന്നു. അതിന് മുൻപ് എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അഡ്മിറ്റ് ആയ സമയത്ത് എനിക്ക് അലർജിയുടെ ഭയങ്കരമായിട്ട് കൂടി മേലൊക്കെ ആകെ തടിച്ചു. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോയി കാഷ്വാലിറ്റിയിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തു. പക്ഷേ കാഷ്വാലിറ്റിയിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ വേണം. അപ്പോൾ വേറെ ആരും വിളിക്കാൻ പറ്റിയവരുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നേഴ്സുമാരുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് ചേട്ടനും ഉണ്ണിയും കൂടെ വരാമെന്നുള്ളതിൽ, മോനെ അവിടെ തന്നെ കിടത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മോനെ ഇടയ്ക്ക് എടുത്തിട്ട് നമ്മൾ ഈ താക്കോല് ചോദിക്കുമ്പോൾ ഇവർക്ക് തരാൻ എന്തോ ബുദ്ധിമുട്ട് പോലെയാണ് നേഴ്സുമാർക്ക്. അങ്ങനെ നമ്മൾ നിർബന്ധം പറഞ്ഞിട്ടാണ് താക്കോല് തന്ന് നമ്മളത് പൂട്ടിയൊക്കെ പോകുന്നത്. ഇപ്രാവശ്യം നമ്മൾ അതുപോലെ തന്നെ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല. എനിക്ക് അലർജി മോനും അത്രയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ട് എന്നുള്ളൊരവസ്ഥയൊന്നുമില്ല. അപ്പോൾ നമുക്ക് നിർബന്ധം പറഞ്ഞ് വാങ്ങാവുന്ന നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് പ്രശ്നമില്ലാണ്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾക്ക് അവരുടെ തല്ലുപിടിക്കാനൊന്നും നമുക്ക് വയ്യാതെ നിൽക്കുകയായിരുന്നു. തായോ നിർബന്ധം പിടിച്ച് ഞങ്ങൾക്ക് താക്കോല് വേണം എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കാനൊന്നും പറ്റാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവർ മുതലെടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പറയുമ്പോഴാണെങ്കിലും ഈ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അവർ നമ്മളെടുത്ത് പറയുന്നുണ്ട് ഇവിടെ ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവമാണ്, നേഴ്സുമാരൊക്കെ ഭയങ്കര ഷോക്കാണെന്നൊക്കെ. പക്ഷെ നമ്മളുടെ വീഡിയോസിൻ്റെ കമൻസ് തന്നെ നിങ്ങളൊന്ന് എടുത്ത് നോക്ക്, എത്ര പേരെ വന്ന് പറഞ്ഞിട്ടുള്ളത് അരഞ്ഞാണം പോയി, മോതിരം പോയി, അത് പോയി ഇത് പോയി എന്നൊക്കെ. അപ്പോൾ അതവിടെ ഒരു സ്ഥിരം പരിപാടിയല്ലേ. അല്ലാതെ അവിടുത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടായ സംഭവമാണ്, ഞങ്ങളുടെ സ്റ്റാഫുകളൊക്കെ ഭയങ്കരമായിട്ട് വിഷമത്തിലാണ്. പക്ഷെ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ നോക്കുമ്പോൾ എത്ര പേരാണ് അവരുടെ അനുഭവങ്ങൾ വന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇടുമ്പോൾ അതിൽ നെഗറ്റീവ്സ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അത് ഞാൻ മൈൻഡ് ആക്കുന്നില്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും അവരോട് തിരിച്ച് പറയണം എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് പിന്നെയും എക്സ്പ്ലനേഷൻ തന്നത്. അത് എൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, അത് ഞാൻ ഒരാളെയും ബോധ്യപ്പെടുത്താനല്ല. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളെ അറിയുന്നവർക്ക് അറിയാം നമ്മളെന്താണ്, നമ്മളുടെ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നവർക്കറിയാം. അറിയാത്തവർ അത് പറഞ്ഞാൽ മനസ്സിലാക്കാത്തവരുടെ അടുത്ത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർ മനസ്സിലാക്കില്ല. അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല.
പക്ഷെ ഇതിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം കൊണ്ട് വിഷമം തോന്നില്ലേ, അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങൾ എടുത്തതെങ്കിൽ നിങ്ങൾ ആ സാധനം അവർക്ക് തിരിച്ചു കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ പൈസയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അവനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കമൻറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയധികം കണ്ണന് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും. പേര് ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ, സ്ക്രീൻഷോട്ട് കാണിക്കാം. അപ്പോൾ ആ ഒരു ചേച്ചി വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേ സത്യം പറഞ്ഞാൽ എത്ര പേര് അവനെ ആണെങ്കിലും നമ്മളെ ആണെങ്കിലും ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കറിയാം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ജൂബിലി ഹോസ്പിറ്റലിൽ അവിടുത്തെ നമ്മളുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളെല്ലാവരും തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് എന്നുള്ളത് നമുക്കറിയില്ലേ പുറത്തുനിന്നുള്ള ഒരാളാണോ എന്ന് നമുക്കറിയില്ല. നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ ഓക്കെ, ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. ഇപ്പോൾ ഇത്രയും ന്യൂസൊക്കെ ആയ സ്ഥിതിക്ക് ഞാനാണ് ഇപ്പോൾ 24 കണ്ടപ്പോൾ തന്നെ അയ്യോ ഈ ചേച്ചി യൂട്യൂബ് ചെയ്യുന്നതല്ലേ അങ്ങനെയൊക്കെയുള്ള കമൻസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 24 ന്യൂസൊക്കെ എന്തായാലും ഒരു ഫോൺ യൂസ് ചെയ്യാത്ത ആളൊന്നും ആയിരിക്കില്ലേ കള്ളെന്ന് നമുക്കറിയാം. പിന്നെ ഞാൻ പറയുകയാണ്, ഈ കള്ളൻ എന്നുള്ളൊരു പേര് വീണല്ലേ, കള്ളി എന്നുള്ളൊരു പേര് വീണ് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലെപ്പോഴും കള്ളി എന്ന് തന്നെയാണ് കേട്ടോ വരുന്നത്. കള്ളി എന്നൊരു പേര് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകാമെന്ന് പറഞ്ഞാൽ ഈ നിങ്ങളുടെ മരണം കൊണ്ട് പോലും അത് നിങ്ങളിൽ നിന്ന് പോവില്ല. നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ മക്കളെ ആ കള്ളിയുടെ മോൻ അല്ലെങ്കിൽ ആ കള്ളിയുടെ മോളെന്ന് വിളിക്കുകയുള്ളൂ. അത് കാരണം ഈ ഒരു പേര് നിങ്ങൾക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തേച്ചാലും മാച്ചാലും അത് പോവില്ല കേട്ടോ, നിങ്ങൾ ഓർക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ മാക്സിമം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഇതിന് വേണ്ടി ഞാൻ മുന്നോട്ട് പോവും. അതിനെനിക്ക് സപ്പോർട്ടായിട്ടും ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ ഞാനിത് ഏത് അറ്റം വരെ പോയിട്ടും നിങ്ങളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എനിക്ക് ഇത്ര നാളെ നിങ്ങളെ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ സാധനം കിട്ടണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും തളരുന്ന ഒരാളൊന്നും അല്ല ഇത് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏതറ്റം വരെ പോയിട്ട് ഞാൻ നിങ്ങളെ കണ്ടുപിടിക്കും. നിങ്ങൾക്ക് വാങ്ങിത്തരാവുന്ന ഇതിൻ്റെ പേരിൽ കള്ളി എന്നുള്ളൊരു പേര് മുദ്രയൊക്കെ കുത്തിയിട്ട് പോലീസ് സ്റ്റേഷൻ, ജയിൽ ഇതൊക്കെ കയറി ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു അപമാനത്തെ പറ്റിയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കുക. ശ്രദ്ധിച്ച് വേറൊരു കമൻറ്റാണ്, എല്ലാവർക്കും അറിയാം കണ്ണൻ്റെ മാല എല്ലാവർക്കും സുപരിചിതമാണ്. നമ്മളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും കണ്ണൻ്റെ മാല അറിയാം. എന്ന് വെച്ചാൽ അവനത് ഇടാണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും അത് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തൊന്നും ഊരിയേക്കില്ല. ഇതുപോലെ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഊരിയേക്കുള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ്, എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കണഞ്ഞിരിക്കുമ്പോൾ കണ്ണൻ്റെ അതൊന്നും മിസ്സാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞാണ് അവൻ. എൻ്റെ നെഞ്ചിൽ നിന്ന് അവൻ്റെ ഇപ്പം എൻ്റെ മാല ഉരുകൊണ്ട് പോണത് പോലെ തന്നെയാണ് എനിക്ക് അവൻ്റെ മാല ഉരുകൊണ്ട് പോയില്ല. ഇപ്പോൾ കല്യാണിയാണെങ്കിൽ ഓക്കെ, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നത് അവളിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എൻ്റെ നെഞ്ചിൽ കിടന്ന് വളരുന്ന മോനാണ് കണ്ണൻ. അപ്പോൾ അവനിൽ നിന്ന് അത് പോവില്ല എന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാണ്, അതിപ്പോഴും ആ ഉറപ്പുണ്ട്. കാരണം അവൻ്റെ കഴുത്തിൽ കിടക്കുമ്പോൾ ഈ സാധനം പോയിട്ടില്ല. ഒരു മണിക്കൂറുകൾ, 1-2 മണിക്കൂറുകൾ നമ്മൾ ദൂരി വെച്ച ആ സമയത്ത് പ്ലാൻ ചെയ്ത് അത്രയും പ്ലാൻഡായിട്ടാണ് അവർ ഈ ഒരു മോഷണം നടത്തിയിട്ടുള്ളത്. അത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് വിഷമം. കണ്ണൻ്റെ കഴുത്തിൽ നിന്ന് അത് ഉരും കൊണ്ട് പോയിട്ടില്ല ഒരു മനുഷ്യനും. എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് മോഷണം അങ്ങനെ പോയതാണെന്നൊക്കെ. അല്ല, നമ്മൾ ദൂരി വെച്ചാൽ കുറച്ച് സമയത്താണ് അത് പോയിട്ടുള്ളത്. പിന്നെ അത് ഒരുപാട് വിശ്വാസം എനിക്കുണ്ട്. ഞങ്ങളെപ്പോഴും എന്നെക്കാളൊക്കെ അവനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ഗുരുവായൂരപ്പൻ അത്രയും അധികം വിശ്വസിക്കുന്നത്. ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അത് കിട്ടും തന്നെയാണ് ഇപ്പം ഈ നിമിഷം വരെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നേർച്ചകളും വഴിപാടുകളും നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈശ്വരൻ ഈ എടുത്ത ആൾക്ക് ഒരു മിനിറ്റ് പോലും ഉറങ്ങാനായുള്ളൊരു സമാധാനം കൊടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ നമ്മൾ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ നമ്മളെ സ്ഥിരം കാണുന്നവർക്ക് അവൻ്റെ മാല ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലാത്തവർക്ക് അവ ഏതായിരുന്നു മാല എന്തായിരുന്നു എന്നൊന്നും ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ മാല ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ മോൻ്റെ മാലയും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം നിങ്ങളെ. ഈ മാല നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പോലീസിൽ ഇൻഫോം ചെയ്യുക. തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. പോലീസിലാണെങ്കിലും അതിപ്പോൾ ഇപ്പം എൻ്റെ നമ്പർ കിട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ കമൻസിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് പറയാം. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ നമ്പർ കിട്ടും. അവരെ ഒന്ന് അറിയിക്കുക. അപ്പം ഞാൻ മാല ഇതിൻ്റെ ഫോട്ടോയൊക്കെ സഹിതം ഞാൻ കണ്ണൻ്റെ കഴുത്തിൽ എപ്പോഴും ഉണ്ടാവില്ല, അവനെല്ലാ ഫോട്ടോയിലും അത് ഉണ്ടാവും. അത് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ അവൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. എപ്പോഴും ചന്ദനക്കുരയൊക്കെ തൊട്ട് കുളിച്ച്
ഇത് അവൻ്റെ ആഭരണങ്ങൾ അവൻ ഇട്ട് കൊടുക്കും. ഇപ്പം എല്ലാവരും പറയുന്നത് ഇത്രയും വില കൂടിയ സാഹചര്യത്തിൽ കുട്ടികളെ ഇതാക്കാം. ശരിയാണ്, അപകടം ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്തൊരു കാലം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾക്ക് ഒരാഗ്രഹങ്ങളാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അത് വാങ്ങിക്കൊടുക്കണം ഇത് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ. അങ്ങനെ നമ്മളുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ പോലും നടത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളത് ചെയ്തു കൊടുത്ത് ഇപ്പോൾ കള്ളന്മാരത് കൊണ്ടുപോയാലും വീട്ടുകാർക്ക് കുറ്റം എന്നൊക്കെ പറയുമ്പോഴേ എന്ത് എന്ത് കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ശരിക്കും എൻ്റെ ലൈഫിലൊക്കെ പല പല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം ആദ്യമായിട്ടാണ് നടക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് പോലെയൊക്കെയാണ്. ഇത് മോഷണം പോയി. ഞാൻ എൻ്റെ പേഴ്സൊക്കെ എടുക്കുമ്പോൾ ഇതിലൊക്കെ ആ വ്യക്തി തൊട്ടിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് ഞാനിങ്ങനെ ചിന്തിച്ച് പോവാണ്. നമ്മളുടെ അനുവാദം കൂടാതെ നമ്മളുടെ ഒരു പേഴ്സണൽ സാധനത്തിലൊക്കെ ഒരാൾ കയറി ഇടപെടുക അല്ലെങ്കിൽ അത് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ സിനിമയിൽ മാത്രമൊക്കെ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൊക്കെ വരുമ്പോഴേ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പിന്നെയും എല്ലാവിടെയും ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് ബാഗിൽ ചിലപ്പോൾ ഒരു തുണി കീറിയിട്ട് അങ്ങാണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കുറേ കമൻസും കാര്യങ്ങളും എല്ലാവരും പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ പിന്നെയും ഒക്കെ ചെക്ക് ചെയ്തും കൊണ്ടിരിക്കുകയായിരുന്നു. മോഷണം പോയെന്ന് എനിക്ക് അപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ലൈഫിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ളത് പോലും എനിക്ക് കാണിക്കണം എന്നുണ്ട് കേട്ടോ. പക്ഷേ അവനവിടെ കിടക്കുന്നുണ്ട്, എനിക്കിവിടെ ഇരുന്നാൽ കാണാം അവനെ. ആ ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ. അപ്പം എൻ്റെ കൺവെട്ടത്തുള്ള കുഞ്ഞാണ് അവൻ. എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത, ഒരാളുടെ കയ്യിൽ പോലും ഏൽപ്പിക്കാത്ത. എൻ്റെ അമ്മയുടെ കയ്യിലാണ് ഞാൻ എവിടേക്ക് പോകണമെങ്കിലും ഏൽപ്പിച്ചിട്ടൊക്കെ. അങ്ങനെയൊന്നും പോവില്ല, വല്ല ആണ്ടിലോ ഒക്കെ ഒരു പ്രാവശ്യം എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ. എനിക്കിപ്പോൾ ഒരു വയ്യായ വന്നാൽ പോലും ഇപ്പോൾ കാഷ്വാലിറ്റി പോകേണ്ട അത്രയും അത്യാഹിതമായിട്ടുള്ളൊരു പ്രശ്നം വന്നാൽ പോലും ഇപ്പോൾ കാല് പെട്ടെന്ന് മടങ്ങി എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ പോലും ഞങ്ങളുടെ 2 മക്കളെയും കൊണ്ടായിരുന്നു നമ്മൾ പോയത്. അവിടെ ഇവിടെയൊന്നും നമ്മളാക്കിയിട്ട് പോവില്ല. അങ്ങനെ പോകാൻ എനിക്ക് പറ്റില്ല, അവൻ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അവനെ വളർത്തുന്നത്. അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ കൈ നമ്മുടെ കയ്യിലുള്ളപ്പോൾ അത് മിസ്സാവില്ലെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അത് ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് നമ്മളത് അഴിച്ചു വെക്കേണ്ട സാഹചര്യത്തിൽ അത് നോക്കിയിരുന്ന് അവിടെ നിന്ന് അത് മോഷ്ടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ എന്തൊരു വൃത്തികെട്ട കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്. എനിക്കിതൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഞാനതാ ഇത്ര ദിവസം ഇനി ഇതിനെ പറ്റിയൊന്നും സംസാരിക്കേണ്ട, നമുക്ക് നോർമലായിട്ട് തന്നെ വീഡിയോസ് ഇട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചാലും എൻ്റെ മനസ്സിൽ ഇത് തന്നെയാണ് കിടക്കുന്നത്. എനിക്ക് ആളാരായാലും എനിക്ക് കാണണം. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് പറയുന്നത് പോലെ കിട്ടിക്കഴിഞ്ഞാൽ മുഖം നോക്കി ഒന്ന് കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അത്രയ്ക്കും നമ്മളെ ചീറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോയുള്ളത്. നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അത്രയും പറ്റിച്ച് കബളിപ്പിച്ചൊക്കെ കൊണ്ടുപോയുള്ളതാണ്. അപ്പോൾ എത്രയും വേഗം കണ്ടുപിടിക്കാൻ പറ്റട്ടെ. എനിക്ക് ആ ഒരു പ്രാർത്ഥനയിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ണൻകുട്ടി അവിടെ ഉണ്ട്, നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം. ഒരു മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ. ഒരുപാട് പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ. അവൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലങ്ങളിലൊക്കെ കുറേ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അമ്പലങ്ങളിലൊക്കെ പോകണം, വെക്കേഷൻ ആണല്ലോ, പോകണം. അങ്ങനെയൊക്കെയുള്ളൊരു. പിന്നെ അവിടെ പുസ്തക പ്രകാശനം, ഒരുപാട് ഓർഡേഴ്സ്, നെറ്റിപ്പട്ടത്തിൻ്റെ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റണില്ലാത്തൊരവസ്ഥയിലാണ്. കാരണം ആളുടെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അവനെപ്പോഴും ഹാപ്പി ആയിരുന്നാൽ മാത്രമേ എനിക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ അത്ര ഹാപ്പി അല്ല, അത് കാരണം എനിക്ക് അത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചിരിച്ചും കളിച്ചൊക്കെയുള്ള വീഡിയോസിൽ മാത്രമേ അവനെ കൊണ്ടുവന്നിരുത്താറുള്ളൂ. അവനോട് എപ്പോഴും ഹാപ്പി ആയിട്ട് ഞാൻ സംസാരിക്കാറുള്ളൂ. ഇങ്ങനെ വിഷമമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവനും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അവനെ വീഡിയോയിൽ കൊണ്ടുവരാത്തത്. അത്രയും വേഗം അവനെയും കൊണ്ട് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും. എല്ലാവരും എനിക്കിപ്പോൾ കോളുകളും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. എത്ര പേരാണ്, എവിടെയൊക്കെയാണ്, ചിലരൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾ എവിടെയൊക്കെയാണ് വഴിപാട് നിറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത്രയധികം നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുപാടുണ്ട്. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. വെയിറ്റ് ചെയ്യാം, കുറച്ച് ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് മുൻപോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് വിചാരിക്കണം.